മക്കളാണ് നമ്മളെ ലഹരി. മക്കളാണ് ലഹരിയെങ്കിൽ മക്കൾ മനുഷ്യക്കുട്ടികളെ പോലെ ജീവിക്കണം. മനുഷ്യക്കുട്ടികൾക്ക് മാർക്കല്ല വേണ്ടത്, ചിരിയാണ്, സംസാരമാണ്. ബാപ്പ വീഴുമ്പോൾ കൈ കാണിച്ചു കൊടുക്കാനുള്ള, അല്ലെങ്കിൽ കൈപിടിച്ചുയർത്താനുള്ള ഒരു വിവേകമാണ് മക്കൾക്ക് ആദ്യം വേണ്ടത്. വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ കണ്ണുയർത്തി നോക്കുന്ന സംസ്കാരമാണ് നമുക്ക് വേണ്ടത്. അപ്പം മദ്യവും മയക്കുമരുന്നും ഒന്നും നമ്മളെ ചിത്രത്തിൽ എല്ലാ കാലത്തും, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, മദ്യവും മയക്കുമരുന്നും എല്ലാ കാലത്തുമുണ്ട്. അരുത് എന്ന് 18 വയസ്സ് വരെ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് ഇത് കടത്തിക്കൊണ്ടുവരില്ല എന്ന് പ്രതിജ്ഞയുള്ള, നട്ടലുള്ള ഒരു മനസ്സിനെ കൃത്യമായി ഉണ്ടാക്കിയെടുക്കലാണ് ഒരു പൗരന് നമ്മൾ ആദ്യം കൊടുക്കേണ്ടെന്ന വികാരം. അത് നിങ്ങളെ മക്കൾക്ക് കൊടുക്കണം. ഏത് പ്രായം മുതൽ കൊടുക്കണം? 3 വയസ്സ് മുതൽ ഇതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് ഇങ്ങനെ കുത്തി 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 നിങ്ങൾ ചൊല്ലിക്കൊടുക്കണം. സ്കൂൾ അധ്യാപകരുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കണം. നമുക്കാകെ 1-2 മക്കളേ ഉള്ളൂ. സ്കൂൾ അധ്യാപകരും മദ്രസ അധ്യാപകരും ആയിരക്കണക്കിന് കുട്ടികളെ ദിവസവും കാണുന്ന അധ്യാപകരാണ്. അവർ തെറ്റ് ചെയ്താൽ അവരെ ശിക്ഷിക്കണം. പോലീസുകാരൻ തെറ്റ് ചെയ്താൽ പോലീസുകാരനെ ശിക്ഷിക്കണം. അതിനൊന്നും തർക്കമൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ മക്കളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കാനുള്ള, ചെവിയോർക്കാനുള്ള തൻ്റെ ഇടമെങ്കിലും നിങ്ങൾ കാണിക്കണം. അപ്പോൾ തന്നെ എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല, അങ്ങനെ ചെയ്യരുതെന്നൊന്നും പറയരുത്. നിങ്ങളെ മക്കൾ എന്ത് ചെയ്തു എന്നാര് ചോദിച്ചാലും അത് കേൾക്കാനുള്ള സാവകാശം വേണം. ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂടെ നിൽക്കാനുള്ള ചങ്കൂറ്റവും കരുത്തും രക്ഷാകർത്താക്കൾക്ക് കാണണം. രക്ഷാകർത്താക്കള് അധ്യാപകരോടൊപ്പം, പോലീസിനോടൊപ്പം, ന്യായ പ്രവർത്തനം നടത്തുന്നവരോടൊപ്പം നിന്നാൽ നമ്മളെ മക്കൾക്ക് പേടിയാവും, മക്കൾക്ക് ഈ നിയമത്തിൽ വിശ്വാസം. അതുകൊണ്ടാണ് പറഞ്ഞത്, കേരളത്തിൽ ആർക്കും ഇപ്പൊ പണ്ടൊക്കെ നമുക്ക് ഇഷ്ടം മാഷന്മാരാവുന്നതിനു. കാരണം മാഷന്മാർ എന്ന് പറഞ്ഞാൽ കുട്ടികൾ എഴുന്നേറ്റ് നിൽക്കുന്ന, അധ്യാപകനെ മാനിക്കുന്ന, അനുസരിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ മനസ്സിൽ അധ്യാപകൻ ഹീറോ ആയിരുന്നു.